മത്സരിക്കാൻ താനില്ലെന്ന് ആവർത്തിച്ച് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ വീണ്ടും. ശ്രേയാംസ് കുമാർ ഇല്ലെങ്കിൽ PK അനിൽകുമാർ കൽപ്പറ്റയിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. 3 സീറ്റിലും RJD സ്ഥാനാർത്ഥികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. RJD പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് രാവിലെ 10 മണിക്ക് ചേരുന്നുണ്ട്. വിനീഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അതുപോലെ കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം കൂടി വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ ചേരും. ആദ്യം വിനീഷ് കുമാറിലേക്ക്. വിനീഷ്, ശ്രേയാംസ് കുമാർ അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തു എന്നുള്ളത് ആണോ നമുക്ക് ലഭിക്കുന്ന വിവരം? കുറച്ചുകൂടി അത് ദീപക്കിനായിരിക്കും അറിയാൻ കഴിയുക, കോഴിക്കോടായതുകൊണ്ട്. പറയൂ വിനീഷ്. ഗുഡ് മോർണിംഗ്. എന്തായാലും ഇതൊരു പ്രതിസന്ധിയിലേക്കാണ് RJD പോകുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ഇത് സംബന്ധിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതൊന്നും തന്നെ എവിടെയും എത്തിയില്ല. ശ്രേയാംസ് കുമാർ മത്സരിക്കണം എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ നേതൃത്വം എത്തിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഒരു കാരണവശാലും അതിന് വഴങ്ങാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിൽ പ്രധാനമായും കൽപ്പറ്റ തന്നെയാണ്. കൽപ്പറ്റയിൽ ആര് മത്സരിക്കും എന്നുള്ളതാണ്. കൽപ്പറ്റയിൽ ഇപ്പോൾ അവസാനം PK അനിൽകുമാറിന്റെ പേരാണ് കേൾക്കുന്നത്. നമുക്കറിയാം കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. പക്ഷേ വലിയ രീതിയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഒരു പോരാട്ടം കാഴ്ചവെക്കാനും PK അനിൽകുമാറിന് കഴിയില്ല എന്നൊരു വിഭാഗം പറയുന്നുണ്ട് RJDയിലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രേയാംസ് കുമാർ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാവണം എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് നേതൃത്വം എത്തിച്ചേർന്നത്. പക്ഷേ ശ്രേയാംസ് ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. 3 സീറ്റുകളാണുള്ളത്. ഈ 3 സീറ്റുകളിൽ കൂത്തുപറമ്പും അതുപോലെ തന്നെ വടകരയും കൽപ്പറ്റയുമാണുള്ളത്. ഈ 3 സീറ്റിലും ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത് RJDയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം ഈ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു LDFൽ. എന്നാൽ അത് ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ RJD മുന്നണി വിടുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രേയാംസ് കുമാർ രംഗത്ത് വന്നുകൊണ്ട് അത് തിരുത്തുകയും LDF തന്നെ തുടരും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് RJD എത്തിയിരിക്കുന്നത്. ദീപക് തർമ്മടം കൂടി ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ദീപക്, ശ്രേയാംസ് കുമാർ അവസാന നിലപാടെടുത്തു കഴിഞ്ഞോ? ഞാൻ അല്പം മുൻപ് ശ്രേയാംസ് കുമാറുമായി സംസാരിച്ചു. അദ്ദേഹം മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ്. പക്ഷേ എന്നാൽ മുന്നണിയിൽ അദ്ദേഹം സജീവമായി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഉണ്ടാകും. അദ്ദേഹം ഇന്ന് ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടന പരിപാടിയിൽ MV ഗോവിന്ദൻ മാസ്റ്റർക്കൊപ്പം ബിനോയ് വിശ്വത്തിനൊപ്പം ശ്രേയാംസ് കുമാറും പങ്കെടുക്കും. 9:30 മണിയോടുകൂടി തന്നെ ഓൺലൈൻ പാർലമെന്ററി ബോഡി യോഗം ആരംഭിക്കാനാണ് തീരുമാനം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വടകരയിൽ ശ്രേയാംസ് മത്സരിക്കണം എന്നുള്ളതാണ് CPIMന്റെ റിക്വസ്റ്റ്. CPIM നേതൃത്വം, പ്രധാന നേതാക്കൾ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് അംഗം എളമരം കരീം, അതുപോലെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, ഇവരെല്ലാം തന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആലോചിച്ചതിന് ശേഷം കൃത്യമായി ശ്രേയാംസിനോട് വടകരയിൽ KK രമയ്ക്ക് ഒരു ടഫ് ഫൈറ്റ് കൊടുക്കാൻ, വേണമെങ്കിൽ ജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ശ്രേയാംസിനോട് നിൽക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ ഏറ്റവും ഒടുവിൽ ശ്രേയാംസ് താൻ മത്സരിക്കില്ല, ക്യാമ്പയിന് നേതൃത്വം നൽകി ഉണ്ടാകുമെന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ വടകരയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SKN കൽപ്പറ്റയുടെയും കൂത്തുപറമ്പിൻ്റെയും കാര്യത്തിലാണ്. കൂത്തുപറമ്പിൻ്റെ കാര്യത്തിൽ പഴയ PR കുറുപ്പിൻ്റെ കൊച്ചുമകൻ പ്രവീൺ കുമാറാണ് കൂത്തുപറമ്പിൽ ഇക്കുറി സ്ഥാനാർത്ഥിയാവുന്നത്. KP മോഹന് സീറ്റ് നൽകുന്നില്ല. മറ്റൊന്ന് കൽപ്പറ്റയിൽ CK അനിൽകുമാർ കോൺഗ്രസിൽ നിന്നും RJDയിലേക്ക് എത്തിയ ആളാണ്. നേരത്തെയുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ മകൻ കൂടിയാണ്. ആ പ്രാദേശിക ബന്ധങ്ങൾ കൂടി ഉപയോഗിച്ച് ഒരു മത്സരം നടത്തുക എന്നുള്ളതാണ്. ഏതായാലും RJDയുടെ ഭാഗത്തു നിന്നും ഇനിയിപ്പോൾ വടകരയിലാണ് തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ ഈ 9:30 ആരംഭിക്കുന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിൽ 3 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും 3 മണ്ഡലത്തിൻ്റെ കാര്യത്തിലും തീരുമാനമെടുക്കും. പക്ഷേ എന്നാൽ CPIM ഇപ്പോഴും ആവശ്യപ്പെടുന്നത് വടകരയിൽ ശ്രേയാംസ് കുമാർ മത്സരിക്കണം എന്നുള്ളത് തന്നെയാണ്. SKN. താങ്ക് യു ദീപക് തർമ്മടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.